സഹൃദയരായ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ എന്റെ പ്രേക്ഷകർ, ഇപ്പൊ നമ്മുടെയൊക്കെ രക്ഷയ്ക്കായിട്ട് കുറെ യാത്രകൾ ഇറങ്ങിയിരിക്കുന്നു. ഒരിക്കലും സാധാരണക്കാരന് ഒടത്തും പോകാനൊക്കാത്ത രീതി ഗതാഗതക്കുരുക്ക് വേറെ, വിമോചനയാത്ര, ആഘോഷയാത്ര, ഘോഷയാത്ര, രക്ഷായാത്ര, ഇങ്ങനെയൊക്കെ നിരവധി യാത്രകൾ കൊണ്ട് റോഡെ നടക്കാൻ തെണ്ട പിച്ചക്കാർക്ക് പോലും നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു തെങ്ങ് നശിക്കുന്നത് കാണുമ്പോൾ വിഷമിക്കുന്നവനാണ് ഞാനൊരു ബോട്ടണി സ്റ്റുഡന്റാണ്. ഞാൻ സസ്യശാസ്ത്രത്തിൽ ബിരുദമെടുത്ത ഒരു വ്യക്തിയാണ്. എനിക്ക് ചെടികളോടൊക്കെ പ്രത്യേക സ്നേഹമാണ്, ആദരവാണ്, ബഹുമാനമാണ്. പഴയകാലത്ത് ഒരു മരത്തെ മുറിക്കുമ്പോൾ പൂജിക്കുമായിരുന്നു, വൃക്ഷപൂജ എന്നാണ് അതിന്റെ പേര്. അങ്ങ് മുറിച്ചു കഴിഞ്ഞാൽ ഉടനെ നിർബന്ധമായും രാജാവിന്റെ നിർദ്ദേശമാണത്. ആ മുറിച്ച സ്ഥാനത്ത് മറ്റൊരു മരം നടണം എന്നുള്ളതാണ്. നട്ടില്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരുടെയും ശിരച്ഛേദം നടത്തി കളയുക എന്നുള്ളതാണ്. വളരെ ക്രൂരമാണെന്ന് ഇപ്പൊ തോന്നാം ആ ശിക്ഷ. അതുകൊണ്ട് കാടുകൾ പച്ചപിടിച്ച് നിൽക്കുമ്പോൾ ഒരു മരം മുറിച്ചു കഴിഞ്ഞാൽ മറ്റൊരു മരം നിർബന്ധമായി വെച്ചിരിക്കണം. അത് അലംഘനീയമായ നിയമമാണ്. നമുക്കിത് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. ഒരിക്കലും തെങ്ങ് ചതിക്കില്ല. പഴയകാലത്തെ കാരണന്മാർ തെങ്ങ് ഒരിക്കലും ചതിക്കുക. വളരെ ഗതികെട്ടവരെ അല്ലെങ്കിൽ വിധി അത്രത്തോളം ക്രൂരമായ വിധിക്ക് അടിമപ്പെട്ടവൻ മാത്രമേ ഉള്ളൂ ഈ പാമ്പ് കടിക്കുള്ളൂ, തലേ തേങ്ങ വീണിച്ചാകുള്ളൂ. അല്ലെങ്കിൽ തെങ്ങും തോപ്പുള്ള എല്ലാവരും തേങ്ങ വീണിച്ചാകണമല്ലോ. അതിനുശേഷം നോർത്ത് ഇന്ത്യൻ വിപ്ലവങ്ങളുണ്ട് ഏറെ. തേങ്ങ ആരോഗ്യത്തിന് നല്ലതല്ല, തേങ്ങാപ്പാല് നല്ലതല്ല, വെളിച്ചെണ്ണ നല്ലതല്ല, ശുദ്ധ അസംബന്ധമാണ്. നിങ്ങൾ ഏത് ഡോക്ടറോട് ചോദിച്ചു നോക്ക്. നമ്മുടെ മുൻ തലമുറ 80, 70, 90 വയസ്സ് 13 പിള്ളേരെ ഉണ്ടാക്കിയിട്ട് കരുത്തനായിട്ട് 90-ാം വയസ്സിൽ പറ്റിയാലൊരു കല്യാണവും കഴിക്കാം എന്ന് വിചാരിച്ച ആരോഗ്യമുള്ള വയസ്സന്മാർ തേങ്ങ എണ്ണ ദേഹത്ത് തേച്ചും തേങ്ങ എണ്ണ കഴിച്ചും തന്നെയാണ് ഇവിടെ ജീവിച്ചത്. അതിനുശേഷം ഹെയർ ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടി വളരെ ചീപ്പായിട്ട് ഈ എണ്ണ ഇവിടുന്ന് അടിക്കുക എന്ന് മാറ്റി നോർത്ത് ഇന്ത്യൻ ലോബിയുടെ ശ്രമത്തിന്റെ ഫലമായാണ് ഈ വെളിച്ചെണ്ണ കഴിച്ചാൽ വളരെ പ്രശ്നമാണെന്ന് എല്ലാ ഡോക്ടർമാരും കൊണ്ട് പറയിപ്പിച്ചത്. അപ്പൊ മുടി തേക്കാനായിട്ട് നമ്മുടെ എണ്ണയും നമുക്കങ്ങ് താങ്ങാനായിട്ട് കടുകെണ്ണ ഇങ്ങോട്ട് തരാം, അല്ലെ പാം ഓയിൽ ഇങ്ങോട്ട് ഇറക്കാമെന്നുള്ളതാണ്. അതെങ്ങനെയോ നമ്മളൊന്നും അറിയുന്നില്ല, ഇനിയെങ്കിലും അറിയില്ല. ആരോഗ്യത്തിനൊരു പ്രശ്നമാണ്. പക്ഷെ തേങ്ങയെണ്ണ തേക്കുള്ള പഴഞ്ചോറടിച്ചോണ്ട് വീട്ടിൽ ഇരുന്നാൽ പോരാ, ജോലി ചെയ്യണം. ഒന്നി പറമ്പ് ജോലി ചെയ്യണം, അല്ലെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, അല്ലെ സ്വന്തം തൊഴിൽ ചെയ്യണം. തേങ്ങയെണ്ണ അടിച്ചുകൊണ്ട് പഴഞ്ചോറ് നിന്നാൽ തട്ടിപ്പോവും. നമ്മൾ ആരാണ്, നമ്മുടെ വസ്തുക്കൾ എന്താണെന്നും നമ്മുടെ പൈതൃകം എന്താണെന്നും നമ്മുടെ രാജ്യം എന്താണെന്നും പരിപൂർണ്ണമായി നാം മനസ്സിലാക്കും. നമുക്ക് ആധുനികത വേണം. ആധുനികത 100% നമുക്ക് ആവശ്യമാണ്. ഭാഷ ആവശ്യമാണ്, പുത്തൻ ടെക്നോളജി ആവശ്യമാണ്. ആ പുത്തൻ ടെക്നോളജി സ്വീകരിക്കുമ്പോൾ പഴയതെല്ലാം പാടേ മറന്നു കളയുക. അതെല്ലാം വിദേശത്തുനിന്ന് കുപ്പിയിലാക്കി കൊണ്ടുവന്നാൽ ഇരട്ടി വില കൊടുത്ത് നമ്മുടെ അമ്മച്ചിമാരെ വാങ്ങിച്ച് തേക്കുക എന്നുള്ളൊരു അവസ്ഥയാണ് ഇപ്പോ. ഇച്ചിരി വേപ്പല പറിച്ച് തേക്കാൻ പറഞ്ഞാലും തേക്കത്തില്ല. പകരം സോപ്പ്, വേപ്പലയുടെ അംശമുള്ള സോപ്പ് എന്ന് പറഞ്ഞാൽ 10,000 രൂപ കൊടുത്ത് വാങ്ങിക്കാം, അല്ലെ 10 രൂപ കൊടുത്ത് വാങ്ങിക്കും. ഇന്നത്തെ ഫാഷൻ എത്തി നോക്കുന്നതിന് മുമ്പ് സ്ത്രീകൾ ഇതെല്ലാം വളരെ വ്യക്തമായി ശ്രദ്ധിച്ചിരുന്നു. മുറങ്ങൾ തന്നെ ഏതൊക്കെ ടൈപ്പിലാണുള്ളത്. തെള്ളാനൊരു മുറ, പാറ്റാനൊരു മുറ, കൊഴിക്കാനൊരു മുറ. പിന്നെ വേറൊന്ന്, ഇതെല്ലാം പ്രകൃതിയുടെ തന്നെ ഭാഗങ്ങളാണ്, പ്രകൃതിയുടെ തന്നെ സാധനങ്ങളാണ്. ഇത് മണ്ണിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ മനുഷ്യ ശരീരം ജീർണിക്കുന്നത് പോലെ മണ്ണിനോടൊപ്പം ജീർണിച്ചങ്ങ് ചേരും, പ്രകൃതിയുടെ ഭാഗമായിട്ട് മാറും. പഴയകാലത്ത് തിരുവളയെങ്കിലും വീട്ടിൽ തിരുവള എന്നൊരു സാധനമുണ്ട്. അതായത് ഈ കലമൊക്കെ പാതാമ്പതനാടുമാർ അത് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് തിരുവളയം. പിന്നെ അത് പെണ്ണുങ്ങളിലൂടെ വെച്ച് കെട്ടാൻ തുടങ്ങി. മുടി അതിൻ്റെ അകത്തൂടെ എടുത്തിട്ടേച്ച് വളച്ച് കെട്ടാൻ തുടങ്ങി. തിരുവളയത്തിന്റെ സ്ഥാനം അടുക്കളയിൽ നിന്ന് പോയി. അത് കയറുറികളുണ്ടായിരുന്നു, കയറുറി വലിയ വില കുറഞ്ഞ സംഭവമാണ്. അതൊക്കെ ഇപ്പോൾ നമ്മൾ പല കാര്യങ്ങൾ ഔട്ട് ഓഫ് ഫാഷൻ എന്ന് പറഞ്ഞ് കളയുകയാണ്. അത് വനിതകളെ വേണം കുറ്റപ്പെടുത്താൻ. അവരും കൂടെ ഒന്ന് മനസ്സുകൊണ്ട് വിചാരിക്കണം, നമ്മുടെ അടുക്കളയിൽ എന്താ ഒരു കയറുറിയിരുന്നാൽ എന്താ, അല്ലെങ്കിൽ ഒരു കയർ തിരുവളയം വാങ്ങിച്ചാൽ എന്താ, അല്ലെ കയറുകൊണ്ടൊന്ന് കുട്ട ഇരുന്നാൽ എന്താ. അവര് വേണം ആദ്യം ചിന്തിക്കുവാൻ. ഒരു വീട്ടിന്റെ നടയിൽ ചെല്ലുമ്പോൾ കയറ്റ് ഇട്ടിരിക്കുന്ന കാണാൻ, ചവിട്ടി ഇട്ടിരിക്കുന്ന കാണാൻ ഒരു സുഖമുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയിൽ എന്തെങ്കിലും ഒരു കയറുൽപ്പന്നം, ഒരു ഉറിയാകട്ടെ, ഒരു തിരുവളയമാകട്ടെ, ഒരു കുട്ടയാകട്ടെ, ഒരു മുറമാകട്ടെ, ഉള്ളതൊരു ഐശ്വര്യമാണ്. കൽപ്പവൃക്ഷമാണ് തെങ്ങ് എന്ന് പറയുന്നത്. പുരാണങ്ങളിൽ നോക്കിയാൽ കാണാം ഇത്രയും കൂടുതൽ ആദരവർഹിക്കുന്ന ഒരു വൃക്ഷം വേറെ ഇല്ല എന്നുള്ളതാണ്. ചാണക്യബന്ധത്തിൽ ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്, എവിടെ കേരവൃക്ഷങ്ങൾ നശിക്കുന്നുവോ ആ രാജ്യം നശിക്കുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ചാണക്യ സൂക്തങ്ങളിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്.
കേരളത്തിന്റെ നാശം പശുക്കളുടെ നാശം ഒരു ദേശത്തിന്റെ നാശമാണെന്ന് അറിയുക എന്നുള്ളത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 1000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മഹാൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അതും ഭാരതത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തെങ്ങ് മുറിക്കുന്നത് അഫൻസാക്കി മാറ്റുകയും വേണം. ഒരു പക്ഷേ ഞാൻ ഭയക്കുന്നു നാളെ ഈ ഒരു അവസ്ഥ ഇവിടെ തുടരുന്ന പക്ഷം സിലോണിൽ നിന്നൊക്കെ അല്ലെങ്കിൽ മാലദ്വീപ്സിൽ നിന്നൊക്കെ നമുക്ക് നാളികേരം ഇറക്കുമതി ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ തൊണ്ട ഇറക്കുമതി ചെയ്യേണ്ടി വരും. ഞാൻ മാലദ്വീപിൽ ഒരിക്കൽ സന്ദർശിക്കാൻ പോയപ്പോഴത്തേക്ക് ഈ പറഞ്ഞ സാധാരണ നമ്മുടെ നാട്ടിൽ എന്റെ നാട്ടിലൊക്കെ കൊട്ടത്തേങ്ങ എന്ന് പറയും. അകത്തൊന്നും ഇല്ലാത്തതിന് എന്താ പറയുക, പേട്ട് തേങ്ങ എന്നോ അല്ലെങ്കിൽ കൊട്ടത്തേങ്ങ എന്നൊക്കെ പറയും. ഈ കൊട്ടത്തെ വലിയ തേങ്ങയുടെ തൊണ്ട് ഇങ്ങനെ മുഴുത്ത തേങ്ങ എടുത്തിട്ട് ആ തേങ്ങയുടെ പകുതി ഭാഗം ഒരു 1/4 പങ്ക് വെച്ച് മേളിൽ കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം അതിനകത്ത് നമ്മുടെ വെറുതെ എറിഞ്ഞു കളയുന്ന ബിയർ കുപ്പി ഇൻസർട്ട് ചെയ്ത് വെച്ചിട്ട് അതിനൊരു മൂടി ഉണ്ടാക്കി, കയറുകൊണ്ടൊരു കെട്ടൊക്കെ ഉണ്ടാക്കി, ഒരു കോർക്ക് കൊണ്ട് അടപ്പുണ്ടാക്കിയത് സായിപ്പനും മദാമയും ഹൗ ലവ്ലി ഇറ്റ് ഈസ് വണ്ടർഫുൾ ഗൈസ് ഐ ഹാവ് നോട്ട് സീൻ വാട്ട് ദിസ് തിങ്സ് 100 200 300 500 കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് വേസ്റ്റ് ആയിട്ട് കളഞ്ഞ സാധനമാണ്. ഇവിടെ വെച്ചാൽ എന്താണ് നോക്കത് പേട്ടത്തേങ്ങ പ്രയോജനമില്ല. അതിൽ നിന്നും കരകൗശല വസ്തു ഉണ്ടാക്കിയിരിക്കുന്നു. അതും ബീറൂപ്പി ഉള്ളിൽ തള്ളി വെച്ചിരിക്കുക, മേലൊരു മൂടിയിട്ട് തേങ്ങ കൊണ്ടുവന്നു. വളരെ ലൈറ്റ് വെയിറ്റാണ്, കുപ്പിയുടെ ഭാരമുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ അന്തരീക്ഷത്തിലൊക്കെ ഭൂമിയിലെ എറിഞ്ഞാൽ ഈ പറഞ്ഞ മണ്ണുമായിട്ട് ജീർണിച്ചു പോകാത്ത പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ഇങ്ങനൊരു ആവശ്യം കാണണം, ഒരിക്കലും കളയാൻ തോന്നുന്നില്ല. പ്ലാസ്റ്റിക് കുപ്പി ഇറക്കി വെച്ചിരിക്കുക, നമ്മുടെ ഈ വാൻഡായുടെ കൊക്കോകോളയുടെ കുപ്പി അതിനകത്തോട്ട് തോണ്ടി ഇറക്കി വെച്ചേക്കുക. അപ്പൊ ഒരിക്കലും കുപ്പി കളയത്തില്ല. ഇത് ഏതെങ്കിലും ജർമ്മനിയിലോ അമേരിക്കയിലോ ഫ്രാൻസിലോ അവിടെയൊക്കെയുള്ള ഷോറൂമിൽ my missus is gone to Kerala and she bought that lovely thing for us from a plant. It's coconut tree. Yeah, fine. Also we paid 1,000 rupees. 50 രൂപ ഇല്ലെന്ന് വരാം. കൊട്ടത്തേങ്ങയ്ക്ക് 10 പൈസ വരുന്നത്. പിന്നെ വാർണിഷ് എന്നടിക്കുന്നു. പിന്നെ പലതരം കത്തി നമുക്ക് കേരളത്തിലുണ്ടല്ലോ. മനുഷ്യന്റെ തല മുതൽ അവന്റെ കാല് മുതൽ വിരല് വരെ കൈപ്പത്തി വരെ വെട്ടിക്കളയാവുന്ന പലതരത്തിലുള്ള കത്തികൾ പല രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് പറ്റിയ കൊല്ലന്മാരും നമുക്കുണ്ട്, അത് ഉപയോഗിക്കാൻ തക്ക ആളുകളും നമുക്കുണ്ട്. അതുകൊണ്ട് ഒറ്റ ചീമ്പിയാൽ ഏത് തേങ്ങയല്ല എന്ത് കയ്യിൽ. അതുകൊണ്ട് അതിനുള്ള ക്രാഫ്റ്റ് നമുക്കറിയാം. പിന്നെ വാർണിഷ്, മദ്യശാമം പഴയ കാലത്ത് നാരങ്ങ പിഴിഞ്ഞ് വെച്ച് അടിച്ചുകൊണ്ടൊരു സാധനമെന്ന് പറയും. തമിഴ്നാട്ടിലെ ഒരു സ്ത്രീ അവരുടെ ഭർത്താവ് കയറിയെന്ന് പറഞ്ഞു, അത്താൻ അവിടെ അത്താൻ എന്നാണ് വിളിക്കുന്നത് ഭർത്താവിന്. അത്താൻ ഉടമ്പെല്ലാം പളവള തിളങ്ങുന്നേ, അതായത് ദേഹം ഉടമ്പ്. അയ്യോ ചേട്ടാ, നിങ്ങളുടെ ദേഹമെല്ലാം പളവള തിളങ്ങുന്നല്ലോ, എന്താന്ന് അടിച്ചു. അത്താൻ ഉടമ്പെല്ലാം പളവള തിളങ്ങുന്നത് എനിക്ക് എന്നെ നീ സാപ്പിട്ടെ വാർണിഷ്. കാരണം മദ്യനിരോധനം വന്നപ്പോ മനുഷ്യൻ എന്ത് ചെയ്തു, വാർണിഷ് വാങ്ങിച്ചിട്ട് നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് ഒരു 3 മണിക്കൂർ വെച്ചിരുന്ന മേളിലത്തെ ആൽക്കഹോൾ അങ്ങ് അടിയും, മറ്റവനൊക്കെ താഴെ പോയി. അത് ഊറ്റിക്കഴിക്കുന്ന കാലം ഉണ്ടായിരുന്നു. നന്നാക്കാൻ ശ്രമിച്ചതാ കരുണാനിധി. ജനങ്ങൾ വാർണിഷ് അടിച്ചു തുടങ്ങി. ഇവിടെ ജനങ്ങൾ സ്വയം നന്നാക്കിക്കൊള്ളും, ബോധവൽക്കരണം ചെയ്യാമെന്ന് മതിയെന്ന് തീരുമാനിച്ചപ്പം അടിയോടായി. എന്നെ സംബന്ധിച്ച് ചിന്തിക്കാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. തിരുവേദി സാധാരണ ഇത്തരം വേദികളിൽ വലിയ വലിയ ആൾക്കാരെ വിളിക്കുന്നത് തിരുവേദി. എന്നെ ഒന്നും ആരും വിളിക്കാറില്ല. എന്നെ വിളിച്ചു കൊടുത്തിട്ട് ഒന്നിന്റെ അംബാസഡർ ആക്കിയിട്ടില്ല. ജനങ്ങൾക്ക് ആവശ്യമുള്ള ഒന്നിന്റെ ഒരു അംബാസഡർ അല്ല ഞാൻ. ഇന്നിപ്പോ ഏതാണ്ട് 100 കോടി ജനങ്ങളിൽ മിക്കവാറും 90% ആൾക്കാർക്ക് പത്മശ്രീ കിട്ടാൻ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ മറ്റു ബിരുദങ്ങളോ ബിരുദാനന്ദ ബിരുദങ്ങളോ വാരി കോരി കൊടുക്കത്തക്കവണ്ണമുള്ള ഓരോരോ കീഴ്വഴക്കങ്ങളാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആർക്കൊക്കെ എന്തൊക്കെ എപ്പോ കിട്ടുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പൊ പറയെങ്കിലും വേണ്ട. എന്റെ ഉള്ളിലെ ആശയം ഞാൻ പറയുന്നു. എന്റെ ഉള്ളിലെ ആശയം ഇതാണ്, നല്ലൊരു സംരംഭമാണ് തുടങ്ങിയിരിക്കുന്നത്. ഇത് നമ്മൾ പ്രാവർത്തികമാക്കണം. അങ്ങനെ മാത്രം ചിന്തിക്കുക. നമ്മളത് ഈ പറഞ്ഞ പോലെ ഫാഷൻ അല്ല എന്ന് പറഞ്ഞ് മറക്കാതിരിക്കുക.